ഇന്ത്യ പാകിസ്ഥാൻ മത്സരമൊക്കെ അതിൻ്റെ ഏറ്റവും ആവേശത്തിൽ ആളുകൾ കണ്ടിരുന്ന ഒരു കാലഘട്ടം. വർഷം 2011 ലോകകപ്പ് സെമി ഫൈനലിൽ ഇരു ടീമുകളും ഏറ്റുമുട്ടുകയാണ്. സമ്മർദ്ദമേറിയ സാഹചര്യം. ഇരു രാജ്യത്തെയും ഒരുപാട് പ്രമുഖരായിട്ടുള്ള ആളുകൾ മത്സരം കാണാനെത്തിയിട്ടുണ്ട്. ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ 260 റൺസാണ് നേടുന്നത്. മികച്ച സ്കോർ ആണെങ്കിലും പാകിസ്ഥാൻ്റെ ബാറ്റിംഗ് ആഴം പരിഗണിക്കുമ്പോൾ ചേസ് ചെയ്യാവുന്ന സ്കോർ തന്നെയാണ് ഈ 260. പാകിസ്ഥാൻ്റെ മറുപടി തകർച്ചയോടെയായിരുന്നു. മത്സരത്തിൻ്റെ ഒരു ഘട്ടത്തിൽ അവർ 106-4 എന്ന രീതിയിലേക്ക് ചുരുങ്ങുന്നു. ഇതോടെ മത്സരം ഇന്ത്യ എളുപ്പത്തിൽ ജയിക്കും എന്ന് എല്ലാവരും കരുതി. ആ സമയത്താണ് ഇന്ത്യയെ കൂടുതൽ കുഴപ്പത്തിലാക്കിക്കൊണ്ട് ഉമർ അക്മലും മിസ്ബാ ഉള്ളൊക്കെ ചേർത്ത് മനോഹരമായ ഒരു കൂട്ടുകെട്ടിൻ്റെ ഭാഗമായത്. ഇരുവരും പതുക്കെ റൺസ് കണ്ടെത്തി തുടങ്ങുന്ന സമയം. ഹർഭജൻ സിംഗിനും തോൽവി എന്ന ഭയം പതുക്കെ ജനിക്കാൻ തുടങ്ങി. ആ സമയത്ത് ഡ്രിങ്ക്സ് ബ്രേക്ക് വരുന്നു. ഹർഭജൻ സിംഗിൻ്റെ അടുത്തേക്ക് ഇന്ത്യൻ നായകൻ MS ധോണി എത്തുകയാണ്. എന്നിട്ട് അദ്ദേഹം ഇങ്ങനൊരു ഉപദേശം പറഞ്ഞു: ബാജി, ഇത്രയും നേരം നീ ഓവർ ദ വിക്കറ്റാണ് പന്തെറിഞ്ഞത്. നീ ഓവർ ദ വിക്കറ്റ് പന്തെറിയുമ്പോഴെല്ലാം ഉമർ അക്മൽ നിനക്കെതിരെ നന്നായി കളിക്കുന്നുണ്ട്. നീ എറൗണ്ട് ദി വിക്കറ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, റിസൾട്ട് വരും. ഇതായിരുന്നു MS ധോണി കൊടുത്ത ഉപദേശം. എന്നാലും MS ധോണി എന്ന നായകൻ ഒരിക്കലും തെറ്റില്ല എന്നുള്ള വിശ്വാസത്തിൽ തന്നെ ഹർഭജൻ തന്നെ അടുത്ത ഓവറിൽ എറൗണ്ട് ദി വിക്കറ്റ് പന്തെറിഞ്ഞു. ഉമർ അക്മലിൻ്റെ വിക്കറ്റും കിട്ടി. ആ വിക്കറ്റോടെ പാകിസ്ഥാൻ തകർന്നു. ഇന്ത്യ മത്സരത്തിൽ എളുപ്പത്തിൽ ജയം സ്വന്തമാക്കുകയും ചെയ്തു. MS ധോണി എന്ന ക്യാപ്റ്റൻ ഒരു വിക്കറ്റ് കീപ്പർ എന്ന നിലയിൽ മത്സരത്തെ എത്ര നന്നായിട്ടാണ് റീഡ് ചെയ്യുന്നത് എന്നുള്ളത് ഈ ഉമർ അക്മലിൻ്റെ വിക്കറ്റ് നമുക്കൊരു തെളിവായി കാണാൻ സാധിക്കും.